സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത് ഒരു വെറൈറ്റി ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ കാലം വെറൈറ്റി ഗെയിം തപ്പി നമ്മൾ 14 ദിവസത്തിനപ്പുറമായി വീഡിയോ ഇടാനിരിക്കുന്നത്, അതെനിക്കറിയാം ഗൈസ്. അപ്പോൾ സോറി. അപ്പോൾ ഇന്ന് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? എന്താ എൻ്റെ ജോലിയെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. അതെ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ HRK ഓൺ ഡ്യൂട്ടി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പേര് പോലീസ് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമാണ് ഗൈസ്. ഇതിൽ നമ്മൾ പോലീസാണ്. അപ്പോൾ നമുക്ക് പോലീസിൻ്റെ പണികളൊക്കെ ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ പോലീസാവണം ഗൈസ്? ഒന്നില്ലെങ്കിൽ മറ്റേ തെറിയൊക്കെ പറയുന്ന ടൈപ്പ് പോലീസാവാം, ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ, അല്ലെങ്കിൽ കുറച്ച് ചളിയൊക്കെ പറയുന്നത് ആവാം. അല്ലെങ്കിൽ നമുക്ക് മാസൻ ഹീറോയിക് പോലീസ് ആവും ഗൈസ്, തെറിയിലെ വിജയുടെ ഒക്കെ പോലെ. കഴിഞ്ഞ ഇത്ര ഈ ലെവൽ കഴിഞ്ഞാൽ ഇത്ര സിമ്പിളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു HRK ഗെയിമിംഗ്. ഓക്കെ ഗൈസ്, നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ്? ഓ ഗൈസ്, ഒരു ഡോണറ്റിൻ്റെ സ്ഥലത്താണ് ആരാ നിൽക്കുന്നു. ഒരു പോലീസുകാരൻ വിളിക്കുന്നു, ഒരു പോലീസുകാരൻ. ഇത് വേറെ ഏതോ പോലീസുകാരൻ, ഇതാണ് ഞാൻ. ഗൈസ് നമ്മളിപ്പോൾ 7 അല്ല, ഇതെന്തോ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിൽക്കണം ഗൈസ്. 7 ഓയിൽ ഗൈസ്, 7 ഓയിലിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഓ, നമ്മളെ വിളിച്ചു. HRK ഓഫീസർ HRKനെ വിളിച്ചു ഗൈസ്. എന്ത് പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ നാട്ടിലെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ എല്ലാ കള്ളന്മാരെയും ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിക്കാം, ധാരാവിയൊക്കെ ഒഴിപ്പിക്കാൻ പോലെ. സ്റ്റോറി ആരാ? ഡേ കള്ളനാണോ അതോ ഓവർ സ്പീഡിൽ പോകണാണോ? കള്ളനാണെന്നുണ്ടാ. കള്ളൻ ഫസ്റ്റ് എൻ്റെ കള്ളനെ പിടിക്കും. അയ്യോ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കള്ളനെ പിടിക്കണ മാസ് മാത്രം ഡയലോഗൊക്കെ ഉള്ളൂ കേട്ടാ. എനിക്ക് ഡ്രൈവിങ് അറിയില്ല കേട്ടാ. സ്റ്റോറി. അവന്മാര് ബ്രില്യൻറ്റ് അവന്മാരവിടെ ആലോചിച്ചു ടയർ പഞ്ചറാക്കി. ഇത് എൻ്റെ പട്ടി, ഇത് ഞാനാണോ? കള്ള മുട്ട കള്ളൻ നമ്മളെ പിടിച്ചു. ഞാൻ എപ്പോഴും കാറിലിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ പട്ടി. പിന്നെ നമ്മൾ 100 സബ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾ 115+ സബ് ആക്കി തന്നു. അപ്പോൾ ഒരുപാട് നന്ദി. ഞാൻ 100+ പറഞ്ഞ് നിങ്ങൾ 115+ ആക്കി തന്നു. ഒരുപാട് നന്ദി. അപ്പോൾ എനിക്ക് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, താങ്ക്സ് a lot, and thanks a lot. Thank you. ഓക്കെ. ഇവിടെ ഏതൊരു പെണ്ണ് വിളിക്കുന്നു സഹായത്തിനായി. ഏതോ ലോറി ഡ്രൈവർ. ആ ലോറി ഡ്രൈവർ ഞാനാണോ? ഇതെന്ത് പരിപാടി? ഞാൻ പോലീസ് തന്നെയല്ലേ? ഇത് നല്ല പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. അത് മോശമാണ് കേട്ടാ. പോലീസായ പോലീസിൻ്റെ പണി മാത്രം ചെയ്താൽ മതി. ഇതെന്ത് പരിപാടി ഗൈസ്? ഈ കാർ ടോ ചെയ്ത് കൊണ്ടുപോകാനാണ് പറയുന്നത്. പോലീസുകാർ ഇതൊക്കെ ചെയ്യുമോ? പോലീസുകാർ തന്നെയാണോ വണ്ടികളൊക്കെ ടോ ചെയ്ത് കൊണ്ടുപോവുക? ഞാൻ വെച്ച് മർഡർ അങ്ങനെ അയക്കുന്ന പെണ്ണ് വിളിക്കുന്നുണ്ടപ്പോൾ. ഇതൊന്ന് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് കാണോ? അല്ല, അതൊരു മതി മറ്റടുത്ത പരിപാടിയൊക്കെ കേട്ടാ. മര്യാദയ്ക്ക് പോലീസിന് പണി മാത്രം ചെയ്താൽ മതി എനിക്ക്. ഇതെന്ത്? ഓക്കെ, ഇനി റിവേഴ്സ് എടുക്കണമായിരിക്കും. ഓക്കെ കഴിഞ്ഞ ലെവൽ കംപ്ലീറ്റഡ്. ഇത് വേറെ സ്ഥലത്ത് പോണത്. ഇനി എങ്ങോട്ടവിടെ കൊണ്ടുപോകണ്ട ഈ പൊട്ടീനെ, അല്ല ഈ വണ്ടീനെ? ഇത് നമുക്ക് കുറച്ച് ദൂരമായിട്ട് പോണേ. ഇതെവിടേക്കാണ്? എവിടെയാണ് കൊണ്ട് കളയേണ്ടത്? എന്താ ഗൈസ്, മാപ്പ് ഇങ്ങോട്ടാണ് കാണിക്കണത്. തീർന്നുകൊണ്ട് തീർന്ന് ഇവിടെ ഇട്ടാൽ മതി.
റിവേഴ്സ്. ആ കഴിഞ്ഞു. ലെവൽ കംപ്ലീറ്റഡ് 3 സ്റ്റാർ. ടോട്ടൽ 17,490 രൂപ നമുക്ക് ശമ്പളം കിട്ടി. ഓക്കെ, ഇനി അടുത്ത ലെവൽ എന്താണ്? ഓക്കെ. ഓ ആക്സിഡൻ്റായി. ഇയാൾക്ക് എന്താണ് കാലിന് വയ്യേ? ആരെ വിളിച്ചു? നമ്മ രക്ഷകരെത്തി പുതിയ വണ്ടിയുമായി. അതേസമയം നമ്മൾ പുതിയ വണ്ടി ഇത്ര ഒന്നും നോക്കിയില്ല, കിട്ടിയ ശമ്പളത്തിന് ഞങ്ങൾ വാങ്ങിച്ച്. ഇത് 70 ഇത്ര കിട്ടി, 70 ഇല്ല അതിന് മേലെ കിട്ടി. അത് ഒരു ചെറിയൊരു വണ്ടി വാങ്ങിച്ച്. ഈ ലുക്കൊന്നും ഒക്കെ ഉണ്ടായി, വർക്ക് മതി, നല്ല സെറ്റ് വണ്ടി, വിൻറ്റേജ് വണ്ടി നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് പിന്നെ കുറേ കാശാകുമ്പോൾ നമുക്ക് വലിയ പോലീസ് എന്ന് വരാട്രാ. ഞാൻ ഒരു ആക്സിഡൻറ്റ് കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്നെ ആക്സിഡൻ്റ് ആക്കി കൊല്ലാൻ നോക്കുന്ന. അയ്യോ എത്തി, കാട്ടി കയറിപ്പോടാ. ഓക്കെ, എന്താണ് പ്രശ്നം? ഇവനിത് എങ്ങോട്ട് നടന്നു പോണേ? ഇതെന്താ? ട്രാഫിക് പോലീസാ. നമ്മൾ ഇതെന്ത് പോലീസർ, ഇതെന്തൊക്കെ പണി ചെയ്യണ ട്രാഫിക് പോലീസായി? എനിക്ക് ട്രാഫിക് പോലീസ് ഉണ്ടാവും, എനിക്ക് ഇൻസ്പെക്ടർ ഗരുഡ് ആവണം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SI പ്ലീസ്. ഇതെന്ത് പരിപാടിയാണത്? കഴിഞ്ഞു. ആംബുലൻസ് ഒന്നും അവനെ കൊണ്ടുപോകാൻ ഞാൻ വന്നില്ല. ഇപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ എന്തു ചെയ്യാനാ? എല്ലാ ജോലിയും ഞാൻ തന്നെ എടുക്കണം. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഇതേ ആക്സിഡൻറ്റില്ലേ? അവനെ കൊണ്ടുപോകണത് ഇനിയുണ്ടോ ഈ ടാസ്ക് തന്നെ? അല്ല, ഈ ലെവൽ നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ആക്കിയാണല്ലോ. അവനെ ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോയി. എടാ ഇതെന്ത് പരിപാടിയാടാ? ഞാൻ ആംബുലൻസ് ഡ്രൈവറോ എപ്പോൾ? ഞാൻ എല്ലാ ജോലിയും ചെയ്തത്. ഞാൻ പോലീസ് തന്നെയല്ലേ, പോലീസ് പണിക്ക് തന്നെയല്ലേ ഞാൻ വന്നത്, അല്ലാതെ കൂലിപ്പണിക്ക് വല്ലതാണോ? പരിപാടിയാ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാനൊരു പോലീസാണ്. ഇവന്മാരൊക്കെ എന്നെ കൂലിപ്പണിക്കാരനാക്കിയടാ എല്ലാ പണിയും ചെയ്യാൻ. കുഴപ്പമില്ല, സാമൂഹ്യ സേവനം നമ്മളിതൊക്കെ ചെയ്യണം, നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അടുത്തത് ഇതെന്താണ്? പാർട്ടി കഞ്ചാവ്. അവൻ്റെ മുടി കണ്ടറിയാം കഞ്ചാവാന്ന്, കള്ളൻ. അവൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലേ കഞ്ചാവ്. ഏതോ ഒരു നാട്ടുകാരൻ നാറി നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. നാറിന്നൊന്നും പറയണ്ട, ഇവന് മുട്ടയതുകൊണ്ട് ഞാൻ നാറിന്ന് പറഞ്ഞു. അങ്ങനെ പറപ്പിച്ച് പോന്നെ നമ്മൾ സ്ട്രിക്റ്റ് മാസ് പോലീസ്. എൻ്റെ പൊന്നടി, എല്ലായിടത്തും നമ്മളെത്തണം, ഏതെങ്ങനെ? ഓക്കെ നമ്മൾ സ്പോട്ടിലെത്തി. ഡ്രിഫ്റ്റ് പന്ന വണ്ടിക്ക് ഇത് ഡ്രിഫ്റ്റ്. ഇങ്ങനെയൊക്കെ എത്തിയില്ല. എന്തോരം ദൂരത്താടാ ഇതെന്താണ്? ഇൻ്ററാക്റ്റ്. നമ്മൾ ചെക്ക് ഐ ഡി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ആൽക്കഹോൾ ടെസ്റ്റ്. ഉദറി നീ കഞ്ചാവല്ലടി സത്യം പറയടി. നീ കണ്ടറിയ ഇവിടെയൊക്കെ അറസ്റ്റ് ഒന്നും നോക്കില്ല, വാണിങ്ങും ഫൈനൊന്നുമില്ല. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ്. നീ ഊതടി നീ അവൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നീ മദ്യപിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പോലീസ് ബുദ്ധി അങ്ങനെയാണ് പറയുന്നത്. ഇനി അവൾ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അവളൊന്നും നല്ല കുട്ടിയാണെന്നുണ്ട്. ഇവൻ നീ തൊപ്പി വെച്ചിട്ടുണ്ടടാ, നീ കള്ളാനില്ലടാ. ഐഡിയ കറക്റ്റാണ്. ഇതെന്താണ്? ഒരു ഗ്ലൗസ്. നമ്മൾ ചെക്കാണ്. ഇവൻ്റെ മണം മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഇല്ലീഗൽ ഒബ്ജക്റ്റ് ഫൗണ്ടാ? അറസ്റ്റ്. ഫൈനൊന്നും എൻ്റെ ഞാൻ ഫൈൻ വാങ്ങിച്ച് കഴിക്കൂല, അങ്ങനെയൊന്നുമില്ല. ഞാൻ കറക്റ്റ് ജയിലിൽ കൊണ്ടുപോയി ഉണ്ട തീറ്റിക്കും നിന്നെ കൊണ്ടൊക്കെ.
എന്തിനാണ് അങ്ങനെ കഞ്ചാവ് അടിക്കണേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഇവൻ്റെ കയ്യിൽ മണം മാത്രമേ ഉള്ളൂ തോന്നുന്നു. എന്തെങ്കിലും ഇല്ലീഗൽ ഒബ്ജക്ട്സ്? ഇല്ല ഇല്ല ഇല്ല. അപ്പം നീ കഞ്ചാവ് തന്നെ നീ. എന്താണ് നോട്ടെ. ആൽക്കഹോൾ ഓവർ ദ ലിമിറ്റാണ്. തിരിഞ്ഞിക്കടാ. നിന്നെയൊക്കെ കൊണ്ട് ജയിലിലിട്ട് ചവിട്ടണം എനിക്ക്. നിൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നീ കഞ്ചാവാണ്. അല്ലെങ്കിൽ ആദ്യത്തിന് വേണ്ടി തോക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇല്ലീഗലായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. നീ മാന്യനാന്ന് വിശ്വസിക്കാൻ എനിക്ക് അത്ര ആഗ്രഹമില്ല. എന്താണ്? ഊത്. നീ കഞ്ചാവ് തന്നെ. അയ്യോ, നീ നല്ലവനാണോ? നീ ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? മുടി കണ്ടിട്ടാണോ ഒരാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക? കഴിഞ്ഞ അതത്രേ ഉള്ളൂ. ഓക്കെ. ഇതാര് മിനിസ്റ്റർ? സി ജോസഫ് വിജയ്. നമ്മുടെ വണ്ടി ബാക്കിൽ ഇത് റോൾസ് റോയ്സിൻ്റെ ബാക്കിൽ സാധാ ഒരു വണ്ടി. റോൾസ് റോയ്സ് തന്നെയല്ലേ അത്? വണ്ടി ഏതായാലാവട്ടെ. നമ്മ CMൻ്റെ ഒപ്പം. ലക്ക് എന്ത് പറയാനാ, എല്ലാവർക്കും തന്നെയാണ് വിശ്വാസം. അയ്യോ, ജോലി പോയാ? ഇതാണ് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ? CMനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നതാണോ? അവിടെ ഞാൻ തന്നെ വേണമല്ലേ? കുഴപ്പമില്ല, ഞാൻ എല്ലാ പണിയും ചെയ്യും. ഇതെന്താണ്? വണ്ടികൾ ബ്ലോക്ക് ചെയ്യാനാണ്. ഇവിടെ CMനെ പോണാണ് വഴിയൊരുക്ക്. അയ്യോ, അവർ പോയാ? കുറച്ചും കൂടി ദൂരം. എനിക്ക് തന്നെ പോകാൻ പറ്റുമോ? CM എന്താണ്? കുറച്ച് നേരം കൂടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? ഞാൻ എല്ലാ പണിയെടുത്ത് കുറച്ച് നേരമൊക്കെ വൈകിട്ടല്ലേ വരെ. CMനെ എവിടെയാണ്? CM എങ്ങോട്ടാണ് പോണാവോ? അയ്യോ, മണ്ടത്തരം കാട്ടില്ലടാ. എത്തിയ? CMനെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. CM പുറത്തിറങ്ങി. ബിഗ് ഫാൻ. ടാറ്റ. CMനെ സുരക്ഷിക്കാൻ വേണ്ടി വരെ ഞാൻ ബാങ്ക് മോഷണമാണ്. ഇങ്ങനത്തെ കാണിക്കണം. ഇനി അവന്മാരൊക്കെ പിടിച്ചിടിച്ച്. എൻ്റെ മോനെ, ആക്ഷനാണ് എനിക്ക് ആവശ്യം. ബാങ്കിക്ക് നമ്മൾ പോണം. കള്ളന്മാർ ഞാനില്ലാത്ത ഭാഗത്ത് നിന്നാണ് അവന്മാർ വേണ്ടെത്തിട്ട് ബാങ്കിലൊക്കെ പോയി മോഷ്ടിക്കണേ. ഞാൻ കുറച്ച് മാറുന്നപ്പോൾ നീ ബാങ്കിൽ കയറി സീൻ ഉണ്ടാക്കുന്നടാ പട്ടികളെ. എന്താണ്ടാ ഞാൻ കുറച്ചങ്ങോട്ട് മാറി നിന്നപ്പോ നീയൊക്കെ കൂടെ സീനാക്കണം. അവന്മാർ പോയാ? നമ്മൾ ലേറ്റായോ? നമ്മൾ ചെല്ലുമ്പോഴാണ് കള്ളന്മാർ ഇവിടെ. നല്ല അന്തസ്സുള്ള കള്ളന്മാരാണ്. നീ ഒരുത്തം മാത്രമാണ് നിന്നു. അവനെ പിടിക്കണം. ഈ HRK ഡ്യൂട്ടിയിലുള്ള പണാടാ നിൻ്റെയൊക്കെ കളി. അവിടെ നിൽക്കടാ. നിൽക്കടാ. എൻ്റെ പട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. ആൻഡ് ഗൈസ്, നമ്മൾ പുതിയ വണ്ടി ഒന്നും നോക്കില്ല. കിട്ടിയ നമ്മളടുത്ത് ഞാൻ പറഞ്ഞേ നമ്മൾ വലിയ വണ്ടി വേണം. വിൻറ്റേജ് വണ്ടി എടുത്തിട്ട് കാര്യമില്ല. വീണ്ടും ഓൺ ആക്ഷൻ. ഈ വണ്ടിയിൽ ഞാൻ പോയിരിക്കും. എൻ്റെ വണ്ടി വണ്ടി. പറഞ്ഞാൽ ഇവനെന്ത് പറ്റും? ജർമ്മൻ ഷിപ്പേഡ് അർജുൻ കൺഫേം. ജർമ്മൻ ഷിപ്പേഡിനെ മലയാളി കണ്ട അർജുൻ, അത് നിർബന്ധമാണ്. ഓക്കെ. ഏതാ വണ്ടിയുടെ ലുക്ക്? ഫുള്ള് മോഡിഫൈ ചെയ്താണ്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് കുറച്ച് നേരം മാസമൊക്കെ വിടാം. ഇനി നമുക്ക് നേരെ ഡ്യൂട്ടിയിലേക്ക് കടക്കാം, ഇല്ലെങ്കിൽ എൻ്റെ പണി പോകും. ഇനി അടുത്ത ഡ്യൂട്ടി എന്താണ്, എവിടെയാണ്? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്താണ്? ഓ, കാറിൻ്റെ സ്പീഡ് നോക്കണോ? അതെ അതെ അതെ. ഫൈൻ, വാണിംഗ് ഒന്നും എനിക്കില്ല, ഫൈൻ മാത്രം. ഒതുക്കിയിടാ. എന്താ സാർ? ബുക്കും പേപ്പറും ഉണ്ടോടാ? ബുക്കില്ല, പേപ്പർ ഉണ്ട് സാർ, വായിച്ചിട്ട് തരണേ. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടി. അയ്യോ ഒരുത്ത മിസ്സായിപ്പോയി. ഡേ നിർത്താണ്ട് പോയടാ അവൻ, നിർത്താണ്ട് പോയി. ഈ HRK ഡ്യൂട്ടികളിലൊക്കെ നിൻ്റെ കളി ഇവിടെ നടക്കൂടാ പട്ടി. നിൽക്കടവിടെ അടിയാ. വണ്ടി ഒന്നും പോയാൽ കുഴപ്പമില്ല, ക്യാമറ വിടുന്നൊരു പ്രശ്നമില്ല. ഡ്രൈവിങ് കുറച്ച് അറിയില്ലാന്നുള്ളൂ, പക്ഷെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ പക്ക. എനിക്ക് ഏത് സൂപ്പർ കാർ എടുത്തിട്ടാണ് പറഞ്ഞത്. പുതിയ വണ്ടിയാടാ, മറ്റേ വണ്ടിയാണെങ്കിൽ നോക്കില്ല തോന്നി. അയ്യോ വണ്ടി മറിഞ്ഞടാ. അവൻ കുറച്ച് കഴിഞ്ഞാൽ കയറും, അവൻ എസ്കേപ്പ്ഡാവും. ബസ് അടിക്കാനാവും പോണേ. എടാ തൊട്ടടുത്തെത്തിയ സ്റ്റോറി. വീണ്ടും മരമുള്ള വരച്ച് ഇറക്കി. നിക്കട കള്ള. ഡേ ഇവന് മുട്ടയ്ക്ക് തന്നെയല്ലോ പണി. സ്പീഡിൽ പോയി കാലത്ത് ആണിയിൽ ടയർ പൊട്ടിച്ച് വരാ. ലാസ്റ്റ് എൻ്റെ കയ്യിൽ വന്ന് പെടും ചെയ്യും മണ്ടൻ. ലെവൽ കംപ്ലീറ്റഡ് 3 സ്റ്റാർ. നമുക്കിപ്പോൾ ഇപ്പം പക്ക ഇൻസ്പെക്ടറായത് കണ്ട. ഈ വണ്ടിയിൽ പോകുമ്പോൾ എന്ത് രസമാണ് എടാ. നല്ല കാശുണ്ടായില്ലേ, നമ്മളത് പുറത്ത് കാണിക്കില്ല. അല്ലാണ്ട് മറ്റേ ആ കുഞ്ഞു വണ്ടിയിൽ കുറേ കാശായിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ വലിയ വണ്ടിയൊക്കെ വാങ്ങിച്ച് എല്ലാവരും നാട്ടുകാരെ ഫുള്ള് അറിയിക്കണം. എന്നാലും നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സമൂഹത്തിൽ വിലയുണ്ടാകും. ദിസ് ഇസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് 4 ആൾ അറിയണം. എടാ ഇത് ഒരു ഏർലി ആക്സസ് ആണ്, ഫുൾ ഗെയിം ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇതിലിപ്പോൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2. ഓ വേസ്റ്റ്, മാലിന്യം നിക്ഷേപിക്കുന്നു. പൊതു സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നു. ഈ ഇത്ര ഗൈസ് എനിക്കിപ്പോൾ ഭയങ്കര കോടീശ്വരൻ ഗൈസ്. എനിക്ക് വല്ല പൈസ ആണോ? ഞാൻ അവനെ തരാം ഫ്രീ ആയിട്ട്. ഈ ദേശത്തിന് എത്ര കടമുണ്ടെന്ന് പറയണം, തീർത്ത് കളയാം. ഗെയിമിലിട്ടാ എടാ. എന്നാലും എന്തിനാണ് നിക്ഷേപിക്കുന്നത്? മാലിന്യം നിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? അവന്മാരും കഞ്ചാവാണ് എല്ലാവർക്കും. അവന്മാരും കഞ്ചാവാണെന്നാണ് അർജുനും പറയുന്നത്. ഓക്കെ സ്ഥലത്തി ഇവിടെ തന്നെ എന്താ പ്രശ്നം? അവിടെ എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയെന്നടാ? എല്ലാം ഈ മുട്ട നമുക്ക് അറിഞ്ഞു പോയി. മുട്ടകളാണ് എല്ലാവിടത്തെയും സീൻ. എന്താ പ്രശ്നം? എന്താടാ ആൽക്കഹോൾ? നീ കള്ളു കുടിച്ചിട്ടില്ലടാ, സത്യം പറ. നീ കള്ളു കുടിച്ചിട്ടില്ലേ? അല്ലാണ്ട് നീ ഇങ്ങനെ വരാൻ സാധ്യതയില്ല അല്ലേ? ആൽക്കഹോൾ ഓവർ ദ ലിമിറ്റ്. കള്ളപ്പാ നീ എന്താ നോക്കണേ ഈ സമൂഹത്തിൻ്റെ പോക്ക്. പബ്ലിക് ന്യൂസൻസ് ആണ് ഇവരൊക്കെ. നിൻ്റെ എന്തെങ്കിലും ഇല്ലീഗൽ ഒബ്ജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? കണ്ട ഇവൻ അറസ്റ്റ്. ഒന്നും നോക്കണ്ട, 2 അറസ്റ്റ്. മൊട്ട അറസ്റ്റ്, കഷണ്ടി അറസ്റ്റ്, എല്ലാവരും അറസ്റ്റ്. ഇനി നീ ഒരു മാന്യനാണോ? നീ മാന്യനാണോ? ഒരാളെങ്കിലും മാന്യനുണ്ടാവോ? ഒരു ഐ ഡി 3 ആൾ 3 കുറ്റങ്ങളാണ്. ഇല്ല. ഇനി ആൽക്കഹോൾ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ കഞ്ചാവല്ല കേട്ടോ. ഇനി അങ്ങനെ പറയണ്ട. ഞാൻ ആൽക്കഹോളിനെ കഞ്ചാവെന്ന് പറയുന്നുള്ളൂ. ഇനി വല്ല ഇല്ലീഗൽ ഒബ്ജക്ട്സ് ഒന്നുമില്ല. ഇനി എടാ അപ്പോൾ 2 ആൾക്കാർ മാത്രമാണോ പ്രശ്നക്കാർ? ഇനി ഇതെന്താണ്? ഇവന്മാരെ നശിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തേക്കണം. ഇവന്മാരെന്താണ് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ചെയ്യണേ? മര്യാദയ്ക്ക് നടന്നൂടെ സമൂഹത്തിൽ? ഇവനെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. ഓക്കെ എല്ലാവരും ഫോട്ടോ എടുത്തിട്ടുണ്ട്.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേ. ഗെയിം തീർന്നു ഗൈസ്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഏർലി ആക്സസ് ആണ്. അപ്പോൾ ഇതിൽ ചാപ്റ്റർ 1 കളിച്ചു, ചാപ്റ്റർ 2 കളിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വരാണെങ്കിൽ നമുക്ക് കളിക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൻ്റെ ബാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കളിച്ചേക്കണം. ഇനി നമുക്ക് വെറൈറ്റി ഗെയിംസ് ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് ബാർബി ഗ്രാനിക്ക് നല്ല യൂസ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.